Assalamualaikum, welcome back to my channel. അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നോമ്പ് തുറയായിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നോമ്പ് തുറ എന്താണ്. ഇന്ന് നമ്മൾ സ്നാക്സ് ഐറ്റംസിൽ സമൂസ ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു സർബത്ത് കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, ഫുള്ളായിട്ട് കാണുക. ഓക്കെ, അപ്പം നമ്മൾ സമൂസയ്ക്കുള്ള എല്ലാം റെഡിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് സമൂസ ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. സമൂസ ഷീറ്റ് ഒട്ടിക്കാനുള്ള മാവ് നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട്. ഇത് മൈദമാവ് എടുത്തേക്കുന്നത് ചുമ്മാ വെള്ളത്തിൽ കലക്കി ഒരു 2 സ്പൂൺ മാവ് എടുത്ത് വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് സമൂസ ഉണ്ടാക്കാമെന്ന് എങ്ങനെ നോക്കാം. അപ്പം നമ്മൾ പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചേ. അപ്പം നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇതെല്ലാം കുറച്ച് ക്വാണ്ടിറ്റി എടുത്തേക്കുന്നത്. ഇനി ഈ സവാളയൊന്നും നമുക്കൊന്ന് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. സവാളയൊന്നും വഴണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പച്ചമുളക് ഇടാം. നല്ല എരിവുള്ളതുകൊണ്ടാണ് കേട്ടോ കുറച്ച് പച്ചമുളക് മാത്രം എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് നമുക്ക് ഇടാമേ. ഇനി നമുക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇടാൻ കേട്ടോ ഇതിനകത്ത്. നമ്മളിപ്പോൾ വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ടാണ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ഇടാൻ പറ്റും. നമ്മൾ പിന്നെ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കപ്പം ബാക്കിയുള്ള ഇത് കൂടി ഇട്ടിട്ട് ഒന്നിച്ച് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മൾ പൊട്ടറ്റോ പിന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്, ആവിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇഞ്ചിയുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയുണ്ട്. അധികം ഇടണ്ട, ഒരു ശകലം ഇട്ടാൽ മതി. അതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. പിന്നെ കറിവേപ്പില കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നാട്ടിലുള്ള പോലെ ഫ്രഷ് കറിവേപ്പിലൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതുകൊണ്ട് നമ്മൾ ഇരുന്ന് ഇത് ഉണങ്ങും കേട്ടോ. അതുകൊണ്ട് കറിവേപ്പിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ശകലം മസാലപ്പൊടി കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് ഇളക്കിയെടുക്കാം. കളറിന് വേണ്ടിയിട്ട് നമ്മൾ സ്വല്പം മുളക് പൊടി കൂടി ഇട്ടോളൂ. എന്നിട്ട് സ്വല്പം മാത്രം ഇട്ടിട്ടുള്ളൂ. നല്ല എരിയുണ്ട് ഓൾറെഡി. അപ്പോൾ പിന്നെ അപ്പം നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇത് നമുക്കൊന്ന് പാത്രത്തിലോട്ട് മാറ്റി വെക്കാവേ. അപ്പം നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡിയാണ്. സമൂസ ഷീറ്റും റെഡിയാണ്. അത് ഒട്ടിക്കാനുള്ള മാവും നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി എങ്ങനെ ഒട്ടിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ കാണിച്ചു തരാം. ഇങ്ങനെ മടക്കുന്നതെന്നും ഫില്ല് ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ. സമൂസ ഷീറ്റ് മടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതൊരു കോണോട് കോൺ മടക്കുക. അതിന് ശേഷം ഒരു പോക്കറ്റ് പോലെ ആക്കുക. എന്നിട്ട് ഈ പോക്കറ്റിലോട്ട് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് സൈഡ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കും കേട്ടോ. സൈഡ് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫില്ലിങ് വന്നിട്ട് നമ്മൾ ഈ പോക്കറ്റിൽ നിറച്ച് കൊടുക്കുക. അതിന് ശേഷം മേളത്തെ സൈഡ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. പശ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അത് തിരിച്ച് മടക്കുക കേട്ടോ. പുറവശം മടക്കി വെക്കുക. ഓക്കെ, റെഡി. ഇങ്ങനെ തന്നെ നമ്മൾ ബാക്കിയുള്ള എല്ലാം അതേപോലെ തന്നെ കോണോട് കോണാക്കുക, പോക്കറ്റ് ആക്കുക, സൈഡ് ഒട്ടിച്ച് കൊടുക്കുക, പോക്കറ്റ് ഫില്ല് ചെയ്യുക. അതിന് ശേഷം അതിൻ്റെ സൈഡ് നമ്മൾ
ഒട്ടിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ. നമ്മൾ ഒരു വട്ടം മടക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതാക്കി കിട്ടും കേട്ടോ. ഓക്കെ, നമ്മളിവിടെ മടക്കി വെച്ചിട്ടുണ്ട്, എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പൊരിച്ചെടുത്താൽ മതി. നമ്മളതിട്ട് പൊരിച്ചെടുക്കുക, എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സമൂസ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാവേ. നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തണ്ണിമത്തൻ സർബത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചായ ഉണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ നോമ്പ്. അപ്പോൾ നമ്മുടെ സമൂസയൊക്കെ റെഡി ആയിട്ടുണ്ട്. നോമ്പൊക്കെ തുറന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.